ഞാൻ ഷർട്ട് കീറി എന്നുള്ളത് ഇത്ര ഇവിടെ ഒരു 10-20 ചാനലുണ്ട്, ഇംഗ്ലീഷ് ചാനൽ അടക്കം. ഞാൻ വെല്ലുവിളിക്കുന്നു. പിന്നെ സുഗതന്റെ ഷർട്ട് കീറണമെങ്കിൽ ഷർട്ട് മാത്രം കീറിയാൽ പോരായിരുന്നു. അവരൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ സ്റ്റൈലുണ്ട്. ഈ സ്ത്രീകളെ ഇല്ലാതാക്കണമെന്ന് ആ സ്വഭാവമായിട്ട് UDF കോൺഗ്രസിന്റെ അടുത്ത് വരല്ലോ. നമ്മുടെ വനിതകളെ ആക്രമിക്കാൻ വരരുത്. വനിതകളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളത് പ്രതിരോധിക്കും. ഈ സ്ത്രീകൾ മുന്നിൽ നിന്ന് നാടകം കളിക്കേണ്ട ആൾക്കാരാണെന്നുള്ള സംസ്കാരമുള്ള ചില ആശാന്മാരാണ് ഇവന്മാർ. ഇവനൊക്കെയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഈ ചെമ്പഴന്തി ഉദയനെ പോലത്തെ വിത്ത് കാളകളെ ഏതെങ്കിലും ഫാമിൽ കൊണ്ടുവിടുക. ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ കൊച്ചുകുട്ടികളുടെ സ്കൂളിലോട്ട് വിടല്ലേ പ്ലീസ്. ഒരു അപേക്ഷയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ കുറേ ദിവസങ്ങളായി നീറിപ്പുകയുന്ന ഒരു വിഷയമാണ് BJP വാർഡ് കൗൺസിലറായ സുഗതനെ ഉടൻ തന്നെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നുള്ളത്. സുഗതൻ ഇപ്പോൾ കാപ്പ കേസിൽ അറസ്റ്റിലായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. എന്തായാലും സുഗതൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPM കൗൺസിലർമാരും UDFിൻ്റെ കൗൺസിലർമാരും നിരവധി ദിവസങ്ങളായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ്. എന്തായാലും ഈ പ്രതിഷേധത്തിന് ശേഷമുള്ള ആദ്യത്തെ കൗൺസിൽ യോഗമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ കൗൺസിൽ യോഗത്തിൽ വലിയ സംഘർഷമാണ് ഉടൽ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു കൗൺസിൽ എത്തുമ്പോൾ ഓരോ കൗൺസിലർമാരും രജിസ്റ്റർ ചെയ്യുന്ന ഒരു രജിസ്റ്ററുണ്ട്. ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സംഘർഷം ഉടലെടുക്കുന്നത്. എന്തായാലും ഈ സംഘർഷം അതിരുവിട്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ശ്രീ ശബരിനാഥ് നമ്മളോട് പ്രതികരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇവരോട് നേരിടും. തീർച്ചയായിട്ടും ഞാൻ ഷർട്ട് കീറി എന്നുള്ളത് ഇത്ര ഇവിടെ ഒരു 10-20 ചാനലുണ്ട്, ഇംഗ്ലീഷ് ചാനൽ അടക്കം. ഞാൻ വെല്ലുവിളിക്കുന്നു. പിന്നെ സുഗതന്റെ ഷർട്ട് കീറണമെങ്കിൽ ഷർട്ട് മാത്രം കീറിയാൽ പോരായിരുന്നു. അത് ഞാൻ പറയും. ഷർട്ട് നമ്മൾ കീറുന്നില്ല. അവരൊക്കെ അവരുടെയൊക്കെ രാഷ്ട്രീയ സ്റ്റൈലുണ്ട്. ഈ സ്ത്രീകളെ ഇല്ലാതാക്കണമെന്ന് ആ സ്വഭാവമായിട്ട് UDF കോൺഗ്രസിന്റെ അടുത്ത് വരല്ലോ. നമ്മുടെ വനിതകളെ ആക്രമിക്കാൻ വരരുത്. വനിതകളെ ആക്രമിക്കാൻ വന്നാൽ നമ്മളത് പ്രതിരോധിക്കും. നമ്മുടെ ഏത് കൗൺസിലർ ആക്രമിക്കാൻ നമ്മൾ പ്രതിരോധിക്കും. അല്ല ഷർട്ട് ഒരു കീറി എന്ന് പറയില്ല നമ്മളോടൊന്നും. അതാരാണ് കണ്ടുപിടിച്ച് നോക്കും. വൈഷ്ണവ നേരെ മുഖത്ത് വെള്ളം ഒഴിച്ചാരാണ്? ക്ലിയർ അല്ലേ? BJP കൗൺസിലേഴ്സ് ആണ്. നിങ്ങൾ വിഷ്വൽ നോക്കൂ. ഈ നേരം വിഷ്വൽ നോക്കൂ. ഓക്കെ. സ്ത്രീകൾക്ക് നേരെ ആക്രമിച്ച ഈ ചെമ്പഴന്തി ഉദയൻ രാജിവെക്കുക എന്നുള്ള ആവശ്യമായിട്ടുള്ള മുന്നോട്ട് പോകും. ഇത് വളരെ കൃത്യമാണ്. നിങ്ങൾ വിഷ്വൽസ് നോക്കും. താങ്കൾ സ്ത്രീകളെ മുന്നിൽ നിർത്തി നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അത് ഇവർക്ക് ഈ സംസ്കാരം, ഈ സ്ത്രീകൾ മുന്നിൽ നിന്ന് നാടകം കളിക്കേണ്ട ആൾക്കാരാണെന്നുള്ള സംസ്കാരമുള്ള ചില ആശാന്മാരാണ് ഇവന്മാർ. ഇവനൊക്കെയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അവരുടെ ആ ഒരു നിലവാരത്തിൽ ആ നിലവാരമുള്ള മറുപടിയേ പറ്റത്തുള്ളൂ. ഇവിടെ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ആ അറ്റൻഡൻസ് ബുക്ക് വലിച്ചു കീറി അവർക്ക്. നിങ്ങൾ ലൈവ് കണ്ടതല്ലേ? അവരുടെ വിഷയം ഉണ്ടല്ലോ, കണ്ടു നോക്ക്. അല്ലെ, സുഗതൻ പ്രോമാക്സ് ആണ് ഉദയൻ. സുഗതത്തെ പെണ്ണുങ്ങളെ ആക്രമിക്കുന്ന കൗൺസിലിൽ കണ്ടില്ല. ഇത് വനിതകളെ, പ്രായമുള്ള വനിതകളെ ആക്രമിക്കുകയാണ്. കണ്ടല്ലേ? ഇതിനെ പറയുന്ന ഭാഷയോ അളപ്പളമാക്കുന്ന ഭാഷ. നമ്മുടെയൊക്കെ സംസ്കാരം കാരണവും ഈ കൗൺസിൽ കാരണവും നമ്മളൊക്കെ ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചില്ല. പക്ഷേ നമ്മുടെ വനിതകളെ ആക്രമിക്കാൻ നമ്മൾ നോക്കി നിൽക്കുന്നില്ല. ആ സുഗതനെ പോലെ ഈ ഉദയനെ പോലത്തെ വിത്ത് കാളെ കൊണ്ടുള്ള ഫാം ഇടണം. ആ മറുപടിയാണ് സുഗതനെ പോലത്തെ, സുഗതനല്ല, സുഗതൻ വിയൂർ ജയിലിലാണ്. ഉദയനെ പോലത്തെ വിത്ത് കാളകളെ കൊണ്ടുവല്ല ഫാമിലിടണം. ഈ കോർപ്പറേഷനിൽ കൊച്ചു പിള്ളേരുടെ മുന്നിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടല്ലോ പ്ലീസ്. നമ്മളൊന്ന് വെളിയിറങ്ങട്ടെ, നമ്മൾ തീരുമാനിക്കട്ടെ പാർട്ടിയായിട്ടുള്ളത്. പക്ഷേ ഈ ചെമ്പഴന്തി ഉദയനെ പോലത്തെ വിത്ത് കാളകളെ ഏതെങ്കിലും ഫാമിൽ കൊണ്ടുവിടുക. ഒരു കാരണവശാലും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ കൊച്ചുകുട്ടികളുടെ സ്കൂളിലോട്ട് വിടല്ലോ പ്ലീസ്. ഒരു അപേക്ഷയാണ്. എന്തായാലും ശബരിനാഥ് നമ്മളോട് വ്യക്തമാക്കുന്നത് ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ ഉള്ളവർ UDF കൗൺസിലർമാരായ വനിതകളെ ആക്രമിച്ചു എന്നതാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും എന്നാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സൂചന. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.